എല്ലാ സഹനവും ഒഴിവാക്കപ്പെടേണ്ട സഹനമല്ല. സഹനങ്ങളിൽ രക്ഷയുണ്ട്. ചില സഹനങ്ങളിൽ അല്ല കേട്ടോ, എല്ലാ സഹനത്തിലും അല്ല. ചിലത് കയ്യിൽ കൊണ്ട് വരുത്തി വെക്കുന്ന സഹനമുണ്ട്, ആ സഹനത്തിൽ രക്ഷയില്ല. മൂക്കറ്റം കുടിച്ചിട്ട് ലിവർ സിറോസിസ് വന്നിട്ട് സഹിക്കുക എന്നിട്ട് പറയുകയാണ് രക്ഷാകരമായ സഹനമാണ്. അല്ല, കയ്യിൽ കൊണ്ട് വരുത്തി വെച്ചതാണ്. ദൈവം തരുന്ന സഹനമുണ്ട്. ദൈവം തരുന്ന സഹനം രക്ഷാകരമായ സഹനമാണ്. ആ സഹനത്തെ തട്ടിത്തെറിപ്പിച്ച് കളയരുത്. രണ്ടാമത്തെ വട്ടം കർത്താവ് സഹനത്തെക്കുറിച്ച്, പീഡകളെക്കുറിച്ച് പറയുമ്പോൾ, ചെറുതാകുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ തർക്കം. ആര് വലുത്, ആരാണ് വലുത്? അതുകൊണ്ടല്ലേ നമ്മൾ പാട്ടിൽ പാടുന്നത്, ഇത്ര ചെറുതാകാൻ എത്ര വളരണം. കർത്താവേ, ഞങ്ങൾക്കൊക്കെ ആഗ്രഹം എന്താ? വലുതാകാനാണ്. ഞങ്ങൾക്കൊക്കെ ആഗ്രഹം വലുതാകാനാണ്. വലുതാകാൻ ആഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ നീതേ ചെറുതായി കിടക്കുന്നു. ഞങ്ങൾക്കുള്ള പാഠം, ഒന്ന് ചെറുതാക്, ഒന്ന് ഞെരുക്കങ്ങളിലൂടെ കടന്നു പോക്. മൂന്നാമത്തെ വട്ടം ഞങ്ങൾക്ക് മെച്ചം കിട്ടണം. ഞങ്ങൾക്ക് നീ കുരിശേറിയാൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല, അപ്പുറത്തും ഇപ്പുറത്തും, ഇപ്പോഴല്ല കുരിശേരല്ല, മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ അപ്പുറത്തും ഇപ്പുറത്തും ഞങ്ങളെ ഇരുത്തണം. ദൈവജനമേ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് പാടുപീഡകളെ ഭയപ്പെടാതിരിക്കുക. പാടുപീഡകളെ ഭയപ്പെടാതിരിക്കുക. സഹനങ്ങളെ ഭയപ്പെടാതിരിക്കുക.